അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്, ഞാൻ വീണ്ടും വന്ന് പൊതിപ്പൊറോട്ടയുമായിട്ട്. ഇന്ന് പൊതിപ്പൊറോട്ടയിൽ ഞാൻ ഉണ്ടാക്കിയത് പൊറോട്ടയുടെ കൂടെ കടായി ചിക്കനാണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. പിന്നെ നോമ്പ് തുറക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് കോൾഡ് കോഫിയാണ് ഉണ്ടാക്കിയത്. ചായക്കടിയായിട്ട് പഫ്സ് പോളയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. പഫ്സ് പോള നമ്മൾ പഫ്സ് എങ്ങനെയാണോ കഴിക്കുന്നത് അതേ സെയിം ടേസ്റ്റ്, സെയിം ആ ഒരു ക്രിസ്പിയൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു പോള തന്നെയാണ്. ഞാൻ ഈ പഫ്സ് പോളക്ക് വേണ്ടിയിട്ട് പേസ്ട്രി ഷീറ്റ് അല്ലെങ്കിൽ സമൂസ ഷീറ്റാണ് എടുത്തത്. ഈ ഒരു വ്ളോഗിൽ കറായി ചിക്കനും അതുപോലെ പഫ്സ് പോളയും കോൾഡ് കോഫിയുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊറോട്ടയുടെ റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് ഒരു 3-4 തവണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, എല്ലാവരും ആ വീഡിയോ കാണണേ. അപ്പം നമുക്ക് ആദ്യം കറായി ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ ആദ്യം ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. 2-3 കാശ്മീരിയും അതുപോലെ ബാക്കിയുള്ളത് സാദാ ചുവന്ന മുളകുമാണ്. ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കടായി ചിക്കന് ഇതുപോലെ മല്ലിയും മുളകും എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടികൾ തന്നെ ചേർത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇതിപ്പം നന്നായിട്ട് അങ്ങ് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കരിഞ്ഞു പോകണ്ട. ഞാനിപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്കിത് നന്നായി റോസ്റ്റായി വന്നാൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിൽ തന്നെ ഞാനിപ്പം 1/2 ടീസ്പൂൺ ഷാഹി ജീര, 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇടണം എന്നൊന്നും നിർബന്ധമില്ല, പിന്നെ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല എന്നിവ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനിയിപ്പം മല്ലിയും മുളകും നമ്മൾ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വറുത്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം മല്ലി മുളകും നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാൻ മിക്സിയുടെ ഉണങ്ങിയ ജാർ എടുക്കണം, നനവ് പാടില്ല കേട്ടോ. അപ്പം നമുക്കിത് പൊടിഞ്ഞ് കിട്ടൂല. അങ്ങനെ ഞാനിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ രണ്ടാമത് വറുത്തെടുത്ത പൊടികളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ അങ്ങ് നന്നായിട്ടൊന്നങ്ങ് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പം കടായി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വറുത്തിട്ട് പൊടിച്ചെടുക്കുമ്പോഴുള്ള നല്ല അടിപൊളി സ്മെല്ലാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഈ സെയിം ജാറിൽ തന്നെ ഞാനിപ്പം കുറച്ച് സവാള ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുകയാണ്. സവാള ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നന്നായിട്ട് പൊടിയായിട്ട് അങ്ങ് അരിഞ്ഞെടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് സവാള അങ്ങ് വഴന്ന് കിട്ടുമല്ലോ. ഇത് വലിയ വലിയ പീസാകുമ്പം സവാള ഈ കറിയിൽ വഴന്ന് കിട്ടാൻ ഭയങ്കര സമയം എടുക്കും. അപ്പം സമയം നമുക്കൊന്നും അത്ര ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിപ്പം സവാള ഈ ഒരു കറിയിലേക്ക് 3 എണ്ണമാണ് എടുത്തത്. 3 എണ്ണത്തിൽ 2 എണ്ണം അറിയാതെ വലിയ പീസാക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തു പോയി. ഓർമ്മ വന്നപ്പം പിന്നെ ഒന്നുള്ളത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ആ ഒരു അളവിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തത്. വലിയ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നങ്ങ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ സവാള ഞാനിപ്പോൾ എല്ലാം ഒന്നങ്ങ് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിപ്പം ചിക്കൻ കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300-400 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. എല്ലോട് കൂടിയിട്ടുള്ള ചെറിയ ചെറിയ പീസാണ്. ഇതിപ്പം ഞാൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്നങ്ങ് വേവിച്ച് വെച്ചതാണ്. വേവിച്ചെടുക്കണം എന്ന് നിർബന്ധമില്ല. ഉപ്പും മുളകും മഞ്ഞളും ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് പിന്നെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പം ഫ്രൈ ചെയ്തെടുക്കും, പക്ഷേ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുമല്ലോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്കതൊന്നങ്ങ് മൊരിച്ചെടുക്കാം. ഫ്രൈ ആവാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് ഓയിലിട്ടിട്ട് ഒന്നങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് മൊരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മൊരിച്ചെടുക്കാം. എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരു 80% ഒന്നങ്ങ് മൊരിച്ചെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ മൊരിച്ചെടുത്ത ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കറിയും ഉണ്ടാക്കാം.
അപ്പം ഞാനിപ്പം ഈ സെയിം പാത്രത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള ഇപ്പം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇതേപോലെ ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടോ ഒക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2 തക്കാളി അരിഞ്ഞതങ്ങ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ആ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്നങ്ങ് വഴന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലും തക്കാളി ചെറുതായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം നേരത്തെ ചിക്കൻ വേവിച്ചപ്പം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കിയിട്ട് നമുക്കിത് തക്കാളി ഉടയാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് അടച്ചു വെക്കാം. ഈ സമയം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചിട്ട് ഇതേപോലെ ബോളാക്കി വെക്കുകയാണ് ഉമ്മ. കടായി ചിക്കൻ ആയതുകൊണ്ട് പൊറോട്ടയോ നെയ്ച്ചോറോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം പിന്നെ പൊറോട്ട തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പോൾ ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുത്തതാണ്. നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്നും കൂടെ ഉടഞ്ഞു കിട്ടണം. അപ്പോൾ അതിനായിട്ടൊരു 2-3 മിനിറ്റ് കൂടുതൽ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി തിക്കായി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഏകദേശം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനും ഗ്രേവിയും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഒരു 5-8 മിനിറ്റ് വീണ്ടും ഒന്നത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ബാക്കിയുള്ളതും ഉടഞ്ഞു കിട്ടും. ഇപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്തിട്ട് പൊടിച്ച പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഗ്രേവിയുടെ ആ ഒരു കണക്കും കളറും ഒക്കെ നോക്കിയിട്ട് ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം പകുതി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു കളറുണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 5-8 മിനിറ്റ് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ 10 മിനിറ്റോളം അടച്ചു വെച്ചതാണ്. ഇപ്പം മൂടി തുറക്കുമ്പോൾ തന്നെ കണ്ടോ, നമ്മുടെ ഗ്രേവിയുടെ മുകളിൽ എണ്ണയൊക്കെ നന്നായിട്ട് അങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു കടായി ചിക്കൻ നല്ല ഫ്ലേവർ ഉണ്ട്. ആ മസാലപ്പൊടികളൊക്കെ ചേർത്തപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാം നന്നായി മിക്സാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതങ്ങ് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ ഇപ്പം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുകളിൽ കുറച്ച് കസൂർ മേത്തി വിതറി കൊടുക്കാം. അല്ലെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് അതങ്ങ് വിതറി കൊടുത്താലും മതി. അങ്ങനെ എല്ലാം മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം. ഈ മസാലപ്പൊടി ഞാൻ പകുതിയേ എടുത്തിട്ടുള്ളൂ. ബാക്കി പകുതി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു കറി ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ. അപ്പം പകുതി ഇട്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേവിയായി. ഇനി നമുക്ക് പഫ്സ് പോളക്ക് വേണ്ടിയിട്ട് മുട്ട വേവിച്ചെടുക്കാം. അപ്പം മുട്ട ഞാൻ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇട്ട് വേവിച്ചെടുക്കുമ്പം ചില മുട്ടകളൊക്കെ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടാവും. അപ്പോൾ വെന്ത് വരുന്ന സമയത്തേക്കും മഞ്ഞ പുറത്തേക്ക് അങ്ങ് ഒലിച്ചു പോകും. അപ്പോൾ മഞ്ഞയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യൽ. മുട്ട അവിടെ വേവുന്ന സമയം നമുക്കൊരു പഫ്സ് മസാല ഉണ്ടാക്കാം. പഫ്സിൻ്റെ മസാല വേറെ തന്നെ ഒരു ടേസ്റ്റുള്ള മസാലയല്ലേ. അപ്പോൾ ആ ഒരു മസാലയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാവുമ്പം 2 സവാള നേർമയായി അരിഞ്ഞിട്ട് അങ്ങിട്ട് കൊടുക്കാം. ഒരു 3-4 പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ സവാള ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് മൂടി തുറക്കാം. ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് അങ്ങ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. സവാള ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടണം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് വീണ്ടും അടച്ചു വെച്ചിട്ട് തുറന്നിട്ടുണ്ട്. നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. സാധാരണ നമ്മുടെ പഫ്സിൻ്റെ മസാല കുറച്ച് കുഴഞ്ഞിരുന്നിട്ട് കുറച്ച് എരിവ് കൂടുതലുള്ളതാണ്. അപ്പോൾ ആ ഒരു പെപ്പറിൻ്റെ ഫ്ലേവറാണ് അതിൽ കിട്ടുക. അപ്പം നമുക്ക് ആ ഒരു ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചധികം പെപ്പർ അങ്ങ് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. അങ്ങനെ മൂടി തുറന്നിട്ട് ഞാനിപ്പം നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സവാള ഒന്ന് നന്നായി കുഴഞ്ഞ് കിട്ടാനായിട്ട് ഈ മസാലയൊക്കെ ഒന്നങ്ങ് എല്ലാത്തിലും പിടിച്ച ആ ഒരു ഫ്ലേവർ ഇറങ്ങണമല്ലോ. അപ്പോൾ അതിനായിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സാക്കി അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മൂടി തുറന്ന് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഇളക്കി കൊടുക്കാം.
ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്, നല്ലൊരു മണവും ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. അങ്ങനെ ഉള്ളി മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഇപ്പം തന്നെ ഞാനിപ്പം പോള ഉണ്ടാക്കുകയാണ്. അങ്ങനെ പോള ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ടൊന്നങ്ങ് തടവി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ വേവിച്ചെടുത്ത മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പഫ്സ് പോള ഉണ്ടാക്കുന്നത് പേസ്ട്രി ഷീറ്റിലാണ്, സമൂസ ഷീറ്റിലാണ്. ആ ഷീറ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ചിടാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിപ്പത്തിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെയാണ് ഷീറ്റ് നമ്മൾ ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ടാണ് പാനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുട്ടയിലേക്ക് ഞാനിപ്പം ഒരു നുള്ളുപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിക്ക് പകരം 2-3 പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്താലും മതി. എന്നിട്ട് ഈ മുട്ട നന്നായിട്ടൊന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ മുട്ടയിൽ നന്നായിട്ടൊന്നങ്ങ് മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും ആ മുട്ട നന്നായിട്ടൊന്നങ്ങ് പിടിച്ച് കിട്ടിക്കോട്ടെ. എന്നിട്ട് ഈ ഷീറ്റ് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. പാനിൽ വെക്കുമ്പം സൈഡിൽ നിന്ന് തൊട്ടിട്ടേ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു ഷീറ്റ് വെക്കുമ്പോൾ അത്ര തടി ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 ഷീറ്റൊക്കെ അടിയിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മുട്ടയിൽ മുക്കി എല്ലാ ഭാഗത്തേക്കും അങ്ങ് വെച്ച് കൊടുത്താൽ മതി. 2-3 ഷീറ്റ് ഇതേപോലെ അങ്ങ് അടിഭാഗത്ത് അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പം ഷീറ്റൊക്കെ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ ഷീറ്റിൻ്റെ മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കണം. സൈഡിലൊക്കെ മസാല സ്പ്രെഡാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. മുട്ടയും മസാലയും സൈഡിൽ വെക്കുമ്പം സൈഡിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത വിധത്തിൽ ഞാനിപ്പം ഷീറ്റ് മുകളിലായിട്ട് കവർ ചെയ്തത് കണ്ടോ, അങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. മുട്ട എല്ലാ ഭാഗത്തേക്കും നിരത്തി വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് മസാല ഉണ്ട്, അതും നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ മുകളിൽ ഷീറ്റ് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ മുട്ടയിൽ മുക്കിയിട്ട് ചെറിയ ചെറിയ പീസിൻ്റെ ഷീറ്റ് ആദ്യം അന്നങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് വലിയൊരു ഷീറ്റ് കൊണ്ട് അങ്ങ് കവർ ചെയ്യാം. അങ്ങനെ ഞാനിപ്പം എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ട കുറച്ച് മല്ലിയിലയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചിട്ട് സൈഡിലൊക്കെ നന്നായിട്ടൊന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം. മുട്ടയൊക്കെ സൈഡിലോട്ട് അങ്ങ് പോയിട്ട് എല്ലാ ഭാഗത്തും സൈഡിലൊക്കെ നന്നായിട്ടൊന്നങ്ങ് കവറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറിയിട്ട് നമുക്കിത് അടുപ്പിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പോള അടിഭാഗമൊക്കെ നന്നായിട്ടൊന്നങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ആറി കിട്ടാനായിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ തിരിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ പഫ്സ് പോള അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പൊറോട്ട വീശിയിട്ട് ചുട്ടെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പം പൊറോട്ട ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് പൊറോട്ട വീശാൻ അറിയാത്തവർക്ക് പൊറോട്ട എങ്ങനെയാണ് ചുരുട്ടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാനും ഇത് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ചുരുട്ടി വെച്ചിട്ട് പിന്നെ ഓരോന്നും പരത്തിയെടുത്തിട്ട് ഇതേപോലെ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. വലിയൊരു കല്ല് വെച്ചതാണെങ്കിൽ 3-4 ഒരുമിച്ചിട്ടാനായിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ പൊറോട്ട ചുടുന്നതിൻ്റെ ഒരു 3-4 വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ലിങ്ക് എല്ലാവരും നോക്കിയിട്ട് കാണണേ. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പൊറോട്ടയെ കടായി ചിക്കനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പൊതിപ്പൊറോട്ടയാക്കാമെന്ന് വിചാരിച്ചു. ഒരു വാഴയില നന്നായി വാട്ടിയെടുത്തിട്ട് അതിലേക്കൊരു 3 പൊറോട്ട വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് കടായി ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും ചിക്കൻ്റെ പീസസും അങ്ങ് വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില വിതറിയിട്ട് വേറൊരു പൊറോട്ട വെച്ച് കവർ ചെയ്തിട്ട് ഈ ഇല നന്നായിട്ടൊന്നങ്ങ് മടക്കിയെടുക്കാം. ഇല മടക്കിയെടുത്തിട്ട് ചൂടായി നമ്മളിപ്പം പൊറോട്ട ചുട്ടെടുത്ത ആ ഒരു കല്ലിൽ തന്നെ, നല്ല ചൂടായിട്ടുള്ള കല്ലാണ്, അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മുരിച്ചെടുക്കാം. അപ്പോൾ ഇലയുടെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടും. പഫ്സ് പോള ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ എന്ന്. അപ്പം ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മസാലയും അതുപോലെ മുട്ടയും ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ട്, കണ്ടോ, നല്ല ടേസ്റ്റിയുമാണ്.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടായി ചിക്കനും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാനൊരു പ്ലേറ്റിലായിട്ട് നോമ്പ് തുറക്കേണ്ട സമയമായപ്പോൾ എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊറോട്ടയും കടായി ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം 6:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂണോളം കോഫിയുടെ ലിക്വിഡ് ചേർത്തിട്ടുണ്ട്. പൗഡർ ആണെങ്കിലും 2 ടീസ്പൂൺ ചേർത്താൽ മതി. ആദ്യം ഒന്ന് ചേർത്തിട്ട് നോക്കാം, എന്നിട്ട് അതിൻ്റെ കളറും മധുരമൊക്കെ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് ക്രീമാക്കി എടുക്കണം. ഇതിപ്പോൾ എനിക്ക് ക്രീമാക്കാനുള്ള ആ ഒരു ടൈമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം മിക്സ് ആവുന്നത് വരെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും ഐസ് കട്ടയും ആദ്യം ഇട്ടിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു കളറും അളവും നോക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഓരോന്നും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഒരു 5 ഗ്ലാസ്സിന് കണക്കായിട്ടുള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ കോഫിയും പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളവും ഇട്ട് അടിക്കുന്നത് കാപ്പുച്ചിനോൻ്റെ ആ ഒരു മിക്സാണ്. അങ്ങനെ അടിക്കുമ്പം നന്നായിട്ട് ബീറ്റായി നല്ല ക്രീമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോഫി നല്ല എന്താ പറയുക, നല്ല ക്രീമി ആയിട്ട് കിട്ടുകയും ചെയ്യും. മുകളിൽ നല്ല ഇതേപോലെ നല്ല പതഞ്ഞിട്ട് നല്ല നൊരയും വരും. അപ്പോൾ എനിക്കത്ര ക്രീമാക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. കണ്ടോ, എന്നാലും കുറച്ച് നൊരയൊക്കെ ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് അത് കുടിക്കാൻ. അടിച്ചുണ്ടാക്കിയ പാടെ നമ്മളത് കുടിക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. ഈ ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ വേണ്ടുന്ന കോൾഡ് കോഫിയുടെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കാണിക്കാം, എത്രയാണ് വേണ്ടത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി. പഫ്സ് പോള റെഡിയായി. കട്ട് ചെയ്തിട്ട് നോമ്പ് തുറക്കുമ്പോൾ അത് സെർവ് ചെയ്തു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഫ്സ് പോള കഴിക്കാനായിട്ട്. നല്ല ആ ഒരു എരിവും നല്ല ടേസ്റ്റും ഉണ്ട്. മുട്ടയും ആ ഒരു ഉള്ളി മസാലയൊക്കെ വന്നപ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് പഫ്സ് കഴിക്കുന്നതിൻ്റെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഫ്സ് കഴിക്കാൻ. അപ്പോൾ ഇതും കൂടെ കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റായി. പിന്നെ അതേപോലെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 9:30 ആകുമ്പോഴാണ് നമ്മൾ പൊതുവേ നാസ്ത കഴിക്കാറ്. അപ്പോഴാണ് ഞാനിപ്പോൾ പൊതിപ്പൊറോട്ടയും തുറന്നത്. കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. ഒരു തവണ കഴിച്ചപ്പം ആ ഒരു ടേസ്റ്റ് പിന്നെയും വായിന്ന് പോകുന്നില്ല, അപ്പോൾ പിന്നെ രണ്ടാമതും ഉണ്ടാക്കി കഴിച്ചതാണ്. അങ്ങനെ എല്ലാവരും കൈയിട്ട് വാരി കഴിച്ചു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട. കടായി ചിക്കൻ ആണെങ്കിൽ അടിപൊളിയാണ്. നല്ലൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അങ്ങനെ ഇന്നത്തെ നോമ്പുതുറ എല്ലാവരും കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്നെ മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി. അപ്പം ഈ ഒരു സപ്പോർട്ട് എല്ലാമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം.